പ്രിയപ്പെട്ട കുട്ടികൾക്കും VHSC ഈ വിദ്യാലയത്തിന്റെ രണ്ടാം വർഷ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അക്കൗണ്ടൻസിയുടെ ആദ്യ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ആ വീഡിയോയിൽ കൂടെ നിങ്ങൾ എന്തൊക്കെയാണ് കേട്ടത്? എന്തൊക്കെയാണ് നമ്മൾ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് പഠിച്ചത്? എന്താണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ? അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ബിസിനസ് ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന ഫൈനൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? അതിൽ തന്നെ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്താണ്? അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രോബ്ലം ചെയ്തില്ല. അടുത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് തയ്യാറാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഇത്രയും തിയറിയാണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും ക്ലാസ്സുകൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യിപ്പിച്ചു തുടങ്ങാനായിട്ട് കഴിയുകയുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? നമ്മൾ രണ്ട് അക്കൗണ്ടുകളും വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. രണ്ടിന്റെയും ഫീച്ചേഴ്സും പഠിച്ചു കഴിഞ്ഞു. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെയും ഫീച്ചേഴ്സ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് എക്സാമിന് പല തവണയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. ചുരുക്കി ഞാൻ RNP അക്കൗണ്ട് എന്ന് പറയും. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അല്ലെങ്കിൽ IND അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് പലതവണയും നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്കത് വിശദമായിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ കുട്ടികൾക്ക് തനിയെ അതെന്തൊക്കെയാണ് ഡിഫറൻസസ് എന്ന് പറയാനായിട്ട് കഴിയും. നോക്കിയേ, എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ ബോർഡിൽ അത് എഴുതിയിട്ടിട്ടുണ്ട്. അതായത് 3 കോളമായിട്ടാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏത് ബേസിസിലുള്ള ഡിഫറൻസ് ആണ് എന്നുള്ളതാണ് ആദ്യത്തെ കോളം. പിന്നെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, IND അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് അക്കൗണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, നേച്ചർ ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് ടൈപ്പിലുള്ള അക്കൗണ്ട് ആണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഏത് ടൈപ്പിലുള്ള അക്കൗണ്ട് ആണ്? നമ്മൾ രണ്ടിന്റെയും ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞതാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. അപ്പം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ട് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഒന്നാമത്തെ പോയിന്റ്, ഈ പോയിന്റ് നിങ്ങൾ ബൈഹാർട്ട് ആക്കിയാൽ ഡിഫറൻസ് നിങ്ങൾക്ക് തനിയെ പറയാനായിട്ട് കഴിയും. അപ്പൊ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേച്ചർ ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് അക്കൗണ്ട്. അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ RNP അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ട് ആണ്. IND അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഈ രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രിപ്പയർഡ് ഇൻ പ്ലേസ് ഓഫ്. ഏതിന് പകരം? നിങ്ങൾ ഫസ്റ്റ് ഇയർ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഫൈനൽ അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ പഠിച്ചത് ക്യാഷ് ബുക്ക് പഠിച്ചു, ഡേ ബുക്സ് പഠിച്ചു, അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ പഠിച്ചു. ഇപ്പൊ ഇവിടെ തയ്യാറാക്കുന്ന റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഏതിന് പകരം? ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന ഏത് അക്കൗണ്ടിന് പകരമാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്? അതേപോലെ തന്നെ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന ഏത് അക്കൗണ്ടിന് പകരമാണ് IND അക്കൗണ്ട് തയ്യാറാക്കുന്നത്? അതായത് പ്രിപ്പയർഡ് ഇൻ പ്ലേസ് ഓഫ്. RNP അക്കൗണ്ട് ഈസ് സിമിലർ ടു ക്യാഷ് ബുക്ക്. നമ്മൾ അവിടെ പഠിച്ചതാണ് ഫീച്ചർ പഠിച്ചപ്പോൾ. ഇറ്റ് ഈസ് സിമിലർ ടു ക്യാഷ് ബുക്ക്. Therefore, it is prepared in place of cash book prepared by a business organization. ബിസിനസ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന ക്യാഷ് ബുക്കിന്റെ സ്ഥാനത്താണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ത് തയ്യാറാക്കുന്നത്? RNP അക്കൗണ്ട് തയ്യാറാക്കുന്നത്. സിമിലർലി IND അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ പ്ലേസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, P&L അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ എ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ. ഇപ്പൊ രണ്ടാമത്തെ ഡിഫറൻസ് മനസ്സിലായോ? എന്താണ്? RNP അക്കൗണ്ട് തയ്യാറാക്കുന്നത് ക്യാഷ് ബുക്കിന്റെ സ്ഥാനത്താണ്. IND അക്കൗണ്ട് തയ്യാറാക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ സ്ഥാനത്താണ്.
രണ്ട് ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, രണ്ടിന്റെ നേച്ചർ എന്താണെന്ന്. രണ്ടാമത്തത്, ഏതിന് പകരം ബിസിനസ് ഓർഗനൈസേഷൻസ് തയ്യാറാക്കുന്ന ഏത് അക്കൗണ്ടുകൾക്ക് പകരമാണ് R&B അക്കൗണ്ടും I&D അക്കൗണ്ടും തയ്യാറാക്കുന്നത്. ആൻഡ് അനദർ ഡിഫറൻസ് ഈസ് ഇൻ ദ കേസ് ഓഫ് ബാലൻസസ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഈ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. R&B അക്കൗണ്ടിന് എപ്പോഴും ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാകും. അത് ഓപ്പണിംഗ് ക്യാഷോ ബാങ്കോ ആയിരിക്കും എന്ന് പഠിച്ചു. അതുപോലെ തന്നെ R&B അക്കൗണ്ട് ഒരു ക്ലോസിംഗ് ബാലൻസും അതിനുണ്ടാകും. അതും ക്യാഷോ ബാങ്കോ ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ I&D അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല എന്നാണ് നമ്മൾ ഫീച്ചറിൽ പഠിച്ചത്. എന്നാൽ I&D അക്കൗണ്ടിന് ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. അത് സർപ്ലസോ ഡെഫിസിറ്റോ ആയിരിക്കും. സർപ്ലസും ഡെഫിസിറ്റോ ഒക്കെ എന്താണെന്ന് നമ്മൾ അവിടെ പറഞ്ഞതാണ്. ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ ആ ഡിഫറൻസ് അല്ലെങ്കിൽ ആ ബാലൻസിനെയാണ് നമ്മൾ സർപ്ലസ് എന്ന് പറയുന്നത്. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. നേരെ തിരിച്ചാണെങ്കിൽ ഡെഫിസിറ്റ്. അപ്പം ബാലൻസിന്റെ കേസിലുള്ള ഡിഫറൻസ് ആണ് അടുത്തത്. R&B അക്കൗണ്ടിന്റെ കേസിൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷോ ബാങ്കോ ആയിരിക്കും. ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാഷോ ബാങ്കോ. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നതും ക്ലോസിംഗ് ഡേറ്റിലെ ക്യാഷോ ബാങ്കോ ആയിരിക്കും. ഇനി I&D അക്കൗണ്ടിന്റെ കേസിൽ ഇറ്റ് ഹാസ് നോ ഓപ്പണിംഗ് ബാലൻസ്. അതിന് എന്തില്ല? ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സർപ്ലസോ ഡെഫിസിറ്റോ ആയിരിക്കും. ഈ മൂന്ന് ഡിഫറൻസസ് മനസ്സിലായല്ലോ. അടുത്ത നാലാമത്തെ ഡിഫറൻസസ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ഐറ്റംസ് ടു ബി റെക്കോർഡഡ്. Which items are recorded in receipts and payments account and which are the various items recorded in I&D account? അതും നമ്മൾ ഫീച്ചറിൽ പഠിച്ചതാണ്. R&B അക്കൗണ്ട് റെക്കോർഡ്സ് receipts and payments of both capital and revenue nature. ക്യാപിറ്റൽ നേച്ചറിലുള്ളതായാലും റവന്യൂ നേച്ചറിലുള്ളതായാലും എല്ലാ റെസീറ്റ്സും എല്ലാ പേയ്മെന്റ്സും R&B അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. എന്നാൽ I&D അക്കൗണ്ടിൽ ഏത് തരം ഇൻകംസും ഏത് തരം എക്സ്പെൻസസും മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ എന്നാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്. റവന്യൂ നേച്ചറിലുള്ള. അപ്പം ഞാനിത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫീച്ചർ പഠിച്ചപ്പോൾ എന്റെ 1-2 കുട്ടികൾ എന്നോട് വിളിച്ച് സംശയം ചോദിച്ചു, എന്താണ് ഈ റവന്യൂ എക്സ്പെൻസസ്, എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻസസ്. ഇതൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു വിശദീകരണം തരാഞ്ഞത്. ഇത് കഴിയുമ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം. അപ്പം R&B അക്കൗണ്ടിൽ ഏത് നേച്ചറിലുള്ള റെസീറ്റ്സും പേയ്മെന്റ്സും ആണ് റെക്കോർഡ് ചെയ്യുന്നത്? ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചർ. ക്യാപിറ്റൽ നേച്ചറിലുള്ളതും, അതായത് ക്യാപിറ്റൽ റെസീറ്റ്സും റെക്കോർഡ് ചെയ്യും, റവന്യൂ റെസീറ്റ്സും റെസീറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ പേയ്മെന്റ് സൈഡിൽ ക്യാപിറ്റൽ പേയ്മെന്റ്സും റവന്യൂ പേയ്മെന്റ്സും റെക്കോർഡ് ചെയ്യും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇറ്റ് റെക്കോർഡ്സ് ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് റവന്യൂ നേച്ചർ ഓൺലി. റവന്യൂ എക്സ്പെൻസും റവന്യൂ ഇൻകവും മാത്രമേ I&D അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. മനസ്സിലായോ? നമ്മൾ ഇതുവരെ 4 ഡിഫറൻസ് ആണ് പറഞ്ഞത്. ഈ 4 ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഫീച്ചേഴ്സിൽ പഠിച്ചതാണ്, നമ്മൾ പുതുതായിട്ടൊന്നും പറയുന്നില്ല. നെക്സ്റ്റ്, പീരീഡ്. പീരീഡ് എന്ന് പറയുമ്പോൾ R&B അക്കൗണ്ടിൽ ഏത് പീരീഡിലേക്കുള്ള റെസീറ്റ്സും പേയ്മെന്റ്സും ആണ് റെക്കോർഡ് ചെയ്യുന്നത്. R&B അക്കൗണ്ട് റെക്കോർഡ്സ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഓഫ് പ്രിസീഡിംഗ്, കറന്റ് ആൻഡ് സക്സീഡിംഗ് ഇയേഴ്സ്. അതായത് ഏത് വർഷത്തേക്കുള്ളതായാലും, കഴിഞ്ഞ വർഷത്തേക്കുള്ളതായാലും ഈ വർഷത്തേക്കുള്ളതായാലും അടുത്ത വർഷത്തേക്കുള്ളതായാലും ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതവിടെ റെക്കോർഡ് ചെയ്യും. R&B അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് ഓഫ് കറന്റ് ഇയർ ഓൺലി. ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു കറന്റ് ഇയർ ഓൺലി ആർ റെക്കോർഡഡ് ഇൻ I&D അക്കൗണ്ട്. നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ വർഷത്തേക്ക് കറന്റ് ഇയറിലേക്ക് ബാധകമായ ഇൻകവും എക്സ്പെൻസസും മാത്രമേ I&D അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. നമ്മൾ ഇതുവരെ 5 ഡിഫറൻസസ് ആണ് പറഞ്ഞത്. ഇനി 6ാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതെല്ലാം തന്നെ നമ്മൾ ഫീച്ചറിൽ പഠിച്ചതാണ്. അഡ്ജസ്റ്റ്മെന്റ്സ് സച്ച് ആസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം, അൺഏൺഡ് ഇൻകം എക്സെട്ര ആർ നോട്ട് റെക്കോർഡഡ് ഇൻ receipts and payments account. Similarly, non-cash items such as depreciation, bad debts, etc. are not recorded in R&B account. But all adjustments are relating to incomes and expenses and provision for bad debt, depreciation, etc. are recorded in I&D account. അതായത് R&B അക്കൗണ്ടിൽ റെസീറ്റ്സും പേയ്മെന്റ്സും മാത്രമേ കാണിക്കുകയുള്ളൂ. ഒരു അഡ്ജസ്റ്റ്മെന്റ്സും നോൺ ക്യാഷ് ഐറ്റവും അതിൽ കാണിക്കാറില്ല. എന്നാൽ I&D അക്കൗണ്ടിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നമ്മൾ കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയതുപോലെ തന്നെ എക്സ്പെൻസുമായിട്ടും ഇൻകവുമായിട്ടും ബന്ധപ്പെട്ട എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും, അതുപോലെ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ഡിപ്രീസിയേഷൻ,
ബാലൻസ് തുടങ്ങിയ എല്ലാ ഐറ്റംസും, എല്ലാ നോൺ ക്യാഷ് ഐറ്റംസും I&D അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ R&B അക്കൗണ്ട്, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞ പോർഷൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുന്നതിന് വേണ്ടി ഈ സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്. ആ സ്ലൈഡ് നോക്കി നിങ്ങൾ ഇതിൻ്റെ നോട്ട്സ് തയ്യാറാക്കി വെക്കണം. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെയും റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെയും ഡിഫറൻസസ് പഠിച്ചപ്പോൾ അവിടെ പഠിച്ച ഒരു മെയിൻ ഡിഫറൻസ് ആയിരുന്നു നേച്ചർ ഓഫ് ഐറ്റംസ് ടു ബി റെക്കോർഡഡ്. ഏത് നേച്ചറിലുള്ള ഐറ്റംസ് ആണ് ഈ രണ്ട് അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യുന്നത്. അവിടെ നമ്മൾ പഠിച്ചു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ റവന്യൂ നേച്ചറിലുള്ളതും ക്യാപിറ്റൽ നേച്ചറിലുള്ളതുമായ മുഴുവൻ റെസീറ്റ്സും പേയ്മെന്റ്സും റെക്കോർഡ് ചെയ്യും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏത് നേച്ചറിലുള്ളത് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കിയത്, റവന്യൂ നേച്ചറിലുള്ളത്. അപ്പൊ എന്താണ് റവന്യൂ നേച്ചറിലുള്ള ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ്, എന്താണ് ക്യാപിറ്റൽ റെസീറ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും, അതൊന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതായത് തന്നിരിക്കുന്ന റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നും റവന്യൂ നേച്ചറിലുള്ള റെസീറ്റും പേയ്മെന്റും മാത്രമാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് റവന്യൂ റെസീറ്റ്, എന്താണ് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിന് കഴിയുള്ളൂ. എന്താണ് റവന്യൂ റെസീറ്റ്സ്? ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് പല സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. നേരത്തെ നമ്മളത് മനസ്സിലാക്കിയതാണ്. സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്, അത് ജനറൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, സ്പെസിഫിക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഡൊണേഷൻ ഉണ്ട്, ഗ്രാൻസ് ഉണ്ട്, ലെഗസീസ് ഉണ്ട്, എൻട്രൻസ് ഫീസ് ഉണ്ട്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഉണ്ട്, അതുപോലെ അസറ്റ്സ്, സ്പോർട്സ് എക്യുപ്മെന്റ്, ഇതൊക്കെ വിറ്റ് കിട്ടുന്ന സെയിൽ പ്രോസീസ് ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് റവന്യൂ റെസീറ്റ് ആയിട്ട് ഇൻകം സൈഡിലേക്ക് മാറ്റാവുന്നത്? അതറിയണമെങ്കിൽ എന്താണ് റവന്യൂ റെസീറ്റ്സ് എന്നറിയണം. റവന്യൂ റെസീറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കറിംഗ് നേച്ചറിലുള്ളതും ഈ സ്ഥാപനത്തിന് ഏത് പർപ്പസിന് വേണ്ടി അവരുടെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഉപയോഗിക്കാവുന്നതുമായ റെസീറ്റ്സിനെയാണ് റവന്യൂ റെസീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ റെസീറ്റ്സ് ഓഫ് റെക്കറിംഗ് നേച്ചർ ആവർത്തിച്ച് കിട്ടുന്നത്, ഈ വർഷം കിട്ടും, അടുത്ത വർഷം കിട്ടും, കിട്ടിക്കൊണ്ടേയിരിക്കും. റെക്കറിംഗ് നേച്ചറിൽ ഉള്ളതും ഏത് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാവുന്നതുമായ റെസീറ്റ്സ് ഓഫ് റെക്കറിംഗ് നേച്ചർ and which can be utilized for any purpose are called revenue receipts. Revenue receipts example subscriptions, general donations, general grants, sale of old newspapers, profit on sale of assets, ഇതെല്ലാം തന്നെ റവന്യൂ റെസീറ്റ്സിന് എക്സാമ്പിൾ ആണ്. റവന്യൂ റെസീറ്റ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ, റെക്കറിംഗ് നേച്ചറിലുള്ളത്, അതുപോലെ തന്നെ നമുക്ക് എന്താവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നത്. ഇനി എന്താണ് ക്യാപിറ്റൽ റെസീറ്റ്? ഇതിന്റെ നേരെ വ്യത്യാസമാണ്. അതായത് റെക്കറിംഗ് നേച്ചറിൽ അല്ലാത്തത്, അപ്പം റെസീറ്റ്സ് ഓഫ് നോൺ റെക്കറിംഗ് നേച്ചർ ആർ കോൾഡ് ക്യാപിറ്റൽ റെസീറ്റ്സ് ആൻഡ് ദീസ് റെസീറ്റ്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ സ്പെസിഫിക് പർപ്പസസ്. ഫോർ എക്സാമ്പിൾ ഡൊണേഷൻ റിസീവ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ്. അതായത് സ്ഥാപനത്തിന് ഒരു ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടി നമുക്ക് ഡൊണേഷൻ കിട്ടി, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഗ്രാൻഡ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രം കിട്ടിയ ഗ്രാൻഡ് ആണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി കിട്ടിയ ഗ്രാൻഡ് ആണ്. അപ്പം സ്പെസിഫിക് ഡൊണേഷൻസ്, സ്പെസിഫിക് ഗ്രാൻഡ്സ്, അതുപോലെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് ആജീവനാന്തം കിട്ടുന്ന, എന്ന് വെച്ചാൽ ഒരു മെമ്പർ സബ്സ്ക്രിപ്ഷൻ മാസം അല്ലെങ്കിൽ വർഷത്തിൽ കൊടുക്കുന്നതിന് പകരം അയാളുടെ ഹോൾ ലൈഫ് പീരീഡിലേക്ക് ഒരുമിച്ച് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെഗസീസ് ഓഫ് ലാർജ് എമൗണ്ട്, വലിയ എമൗണ്ട് ലെഗസീസ്. അതുപോലെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് വിറ്റുന്നത്. ഫിക്സഡ് അസറ്റ് വിൽക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലോ അല്ലെങ്കിൽ അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വല്ലതും ആയിരിക്കും വിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ റവന്യൂ റെസീറ്റ് മാത്രമേ ഇൻകം സൈഡിലേക്ക് മാറ്റാവൂ. ക്യാപിറ്റൽ റെസീറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇനി എന്താണ് റവന്യൂ എക്സ്പെൻസസ്? റവന്യൂ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ expenses of recurring nature and the benefit of which is received during the current year itself. അതായത് റെക്കറിംഗ് നേച്ചറിലുള്ളതും നമ്മൾ ആ ചെലവാക്കുന്നതിന്റെ ബെനിഫിറ്റ് നമുക്ക് ആ കറന്റ് ഇയറിൽ ഏത് വർഷമാണോ ചെലവാകുന്നത് ആ വർഷം തന്നെ ബെനിഫിറ്റ് കിട്ടുന്നതുമായ എക്സ്പെൻസിനെയാണ് റവന്യൂ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ റെന്റ് കൊടുക്കുന്നു. ഈ വർഷത്തേക്ക് റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ വർഷത്തേക്ക് മാത്രമുള്ള, അടുത്ത വർഷം വീണ്ടും കൊടുക്കണം. റെക്കറിംഗും ആണ്. ഈ കൊടുത്തതിന്റെ ബെനിഫിറ്റ് ഈ വർഷം മാത്രമേ നമുക്ക് ലഭിക്കുന്നതുള്ളൂ. അപ്പൊ റെക്കറിംഗ് നേച്ചറിലുള്ളതും കൊടുക്കുന്നതിന്റെ ബെനിഫിറ്റ് തൻവർഷത്തിൽ മാത്രം ലഭിക്കുന്നതുമായ എക്സ്പെൻസിനെയാണ് നമ്മൾ
റവന്യൂ പേയ്മെന്റ്സ് അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻസ് എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ ആണ് സാലറീസ്, റെന്റ്, കമ്മീഷൻ, ഓണറേറിയം, സ്റ്റേഷനറി, പോസ്റ്റേജ്, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത ഒരു ഐറ്റം കൂടിയുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ഇൻക്രീസിംഗ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ഈസ് റിസീവ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു സ്ഥാപനത്തിന്റെ അസറ്റിന്റെ വാല്യൂ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അവിടത്തേക്ക് ആവശ്യമായ ഒരു ടേബിൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കുന്നു. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഈ വർഷം നമ്മൾ 40,000 രൂപ കൊടുത്തൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ ഈ വർഷം കൊണ്ടാണോ നമ്മൾ ഉപയോഗിച്ച് തീരുമോ? ഇല്ല. അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കുറേ വർഷത്തേക്ക് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും. ഈ കമ്പ്യൂട്ടർ ഈ വർഷം വാങ്ങിച്ച എല്ലാ വർഷവും നമുക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. അപ്പം റെക്കറിംഗ് നേച്ചറിലുള്ള അല്ല ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു സ്ഥാപനത്തിന്റെ അസറ്റിന്റെ വാല്യൂ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതും ഒരിക്കൽ നമ്മൾ ചെലവാക്കി കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് കുറെ വർഷങ്ങളിലായിട്ട് ലഭിക്കുന്നതുമായ തരത്തിലുള്ള എക്സ്പെൻസസിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സാമ്പിൾ ആണ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഞാൻ ഈ പറഞ്ഞ ഫിക്സഡ് അസറ്റ്സ് എല്ലാം അതിന് എക്സാമ്പിൾ ആണ്. ഇൻവെസ്റ്റ്മെന്റ്സ്, നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു, സ്പോർട്സ് എക്യുപ്മെന്റ്സ് പർച്ചേസ്ഡ്, ഇതെല്ലാം തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലും പേയ്മെന്റ് സൈഡിൽ തന്നാൽ അതൊരിക്കലും നമ്മൾ എവിടേക്ക് എടുക്കരുത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കരുത്. അത് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒരു റവന്യൂ നേച്ചറിലുള്ള ഐറ്റം അല്ലെങ്കിൽ റവന്യൂ റെസീറ്റ്സും ക്യാപിറ്റൽ റെസീറ്റ്സും എന്താണെന്നും റവന്യൂ പേയ്മെന്റും ക്യാപിറ്റൽ പേയ്മെന്റും എന്താണെന്നും ഒരു ഐഡിയ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഈ പ്രസന്റേഷൻ നോക്കിയിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ ഈ 4 കാര്യങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുള്ള നോട്ട്സ് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അടുത്തത് നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷനാണ് പഠിക്കാനുള്ളത്. അതിനു മുൻപേ ചില സ്പെഷ്യൽ ഐറ്റംസ്, അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് മാത്രമായിട്ടുള്ള ചില ഐറ്റംസിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? അതായത് നമ്മൾ തൊട്ട് മുമ്പേ ക്യാപിറ്റൽ റെസീറ്റ്, ക്യാപിറ്റൽ പേയ്മെന്റ്, റവന്യൂ റെസീറ്റ്സ്, റവന്യൂ പേയ്മെന്റ്സ് ഇതൊക്കെ പഠിച്ചു. അപ്പം ചില ഐറ്റംസ് തന്നു കഴിഞ്ഞാൽ അത് റവന്യൂ റെസീറ്റ് ആയിട്ടാണോ, ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ റവന്യൂ പേയ്മെന്റ് ആയിട്ടാണോ, ക്യാപിറ്റൽ പേയ്മെന്റ് ആയിട്ടാണോ കൺസിഡർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. അതിൽ ആദ്യത്തെയാണ് സബ്സ്ക്രിപ്ഷൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് എന്താണ് സബ്സ്ക്രിപ്ഷൻ. എമൗണ്ട് കളക്റ്റഡ് ഫ്രം ദി മെമ്പേഴ്സ് പീരിയോഡിക്കലി, അതിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ മാസവരിയെന്നോ അല്ലെങ്കിൽ വാർഷിക വരിസംഖ്യ എന്നൊക്കെ പറയാം. ഈ സബ്സ്ക്രിപ്ഷൻ നമ്മൾ റവന്യൂ റെസീറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് സംടൈംസ് സബ്സ്ക്രിപ്ഷൻസ് മേ ബി റിസീവ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. ചിലപ്പോൾ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി സബ്സ്ക്രിപ്ഷൻ കിട്ടും. അത് ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. റവന്യൂ റെസീറ്റ് ആണെങ്കിൽ ഇൻകം സൈഡിലും, ക്യാപിറ്റൽ റെസീറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കും. സബ്സ്ക്രിപ്ഷൻ തന്നെ ജനറൽ സബ്സ്ക്രിപ്ഷൻ ഇൻകമായിട്ടും, സ്പെസിഫിക് സബ്സ്ക്രിപ്ഷൻ ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കും. അടുത്ത മറ്റൊരു ഐറ്റമാണ് ഡൊണേഷൻസ് ആൻഡ് ഗ്രാൻസ്. ഇപ്പം പറഞ്ഞതുപോലെ തന്നെയാണ് ഡൊണേഷൻസും ഗ്രാൻസും 2 രീതിയിലുണ്ട്. ജനറൽ ഡൊണേഷൻസ് ആൻഡ് ഗ്രാൻസ് ഉണ്ട്, സ്പെസിഫിക് ഡൊണേഷൻസ് ആൻഡ് ഗ്രാൻസ് ഉണ്ട്. നേരത്തെ സബ്സ്ക്രിപ്ഷന്റെ കേസിലെ പോലെ തന്നെ ജനറൽ ഡൊണേഷൻസും ഗ്രാൻറ്റും റവന്യൂ റെസീറ്റ് ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ കാണിക്കും. എന്നാൽ സ്പെസിഫിക് ഡൊണേഷൻസും ഗ്രാൻസും ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലേക്കാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അടുത്തത് എൻട്രൻസ് ഫീസ്. എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് നമുക്ക് റവന്യൂ റെസീറ്റ് ആയിട്ട് എടുക്കാം. എൻട്രൻസ് ഫീസ് ഒക്കെ ശരിക്കും അത് ക്വസ്റ്റ്യനകത്തിൽ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്. എൻട്രൻസ് ഫീസിന് 2 അസംഷൻ ഉണ്ട്. എൻട്രൻസ് ഫീസ് ഒരു മെമ്പറുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ മാത്രമേ കിട്ടൂ എന്നുള്ള അസംഷനിൽ, അതായത് നോൺ റെക്കറിംഗ് ആണ് എന്നുള്ള അസംഷനിൽ അത് ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ട് എടുത്ത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കാം. ഇനി ഓരോ വർഷവും ക്ലബിൽ പുതിയ പുതിയ മെമ്പേഴ്സ് വരും, അവരോടൊക്കെ നമുക്ക് എൻട്രൻസ് ഫീസ് കളക്ട് ചെയ്യാം എന്നുള്ള അസംഷനിൽ, അതായത് റെക്കറിംഗ് നേച്ചറിലുള്ളതാണ് എന്നുള്ള അസംഷനിൽ അത് നമുക്ക് ഇൻകമായിട്ടും കാണിക്കാം. ഇനി ഇതൊക്കെ നമുക്ക് ആസ് പെർ ഇൻസ്ട്രക്ഷൻസ് എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറയും എൻട്രൻസ് ഫീസ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് റവന്യൂ റെസീറ്റ് ആയിട്ടോ ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ എന്ത് അസംഷനിലാണോ അത് എടുക്കുന്നത് ആ രീതിയിൽ നമുക്കത് കാണിക്കാം. മറ്റൊന്നാണ് ലെഗസി. നേരത്തെ സൂചിപ്പിച്ചതാണ് ലെഗസി മിക്കവാറും എല്ലാ തവണയും ഒരു മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ലെഗസിയുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടാകും. ലെഗസി എന്ന് പറഞ്ഞാൽ എമൗണ്ട് റിസീവ്ഡ് ബൈ എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആസ് പെർ ദ വിൽ ഓഫ് എ
ഡിസീസ്ഡ് പേഴ്സൺ, മെമ്പർ ആകണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ മരണശേഷം ഈ സ്ഥാപനത്തിന് അയാളുടെ അനന്തരാവകാശികൾ നൽകുന്ന സ്വത്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒരു തുക, അതിനെയാണ് ലെഗസി എന്ന് വിളിക്കുന്നത്. ലെഗസി തന്നെ ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ, ചെറിയ എമൗണ്ട് ആണെങ്കിൽ അത് റവന്യൂ റിസീറ്റ് ആയിട്ട് ഇൻകം ആയിട്ട് കാണിക്കാം. വലിയ എമൗണ്ട് ആണെങ്കിൽ അത് ക്യാപിറ്റൽ റിസീറ്റ് ആയിട്ട് കാണിക്കാം. അതൊക്കെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് നമുക്കത് റവന്യൂ റിസീറ്റ് ആയിട്ടോ ക്യാപിറ്റൽ റിസീറ്റ് ആയിട്ടോ പരിഗണിക്കാം. അടുത്തതാണ് ഓണറേറിയം. അതൊരു റവന്യൂ പേയ്മെന്റ് ആണ്. റവന്യൂ പേയ്മെന്റ് അതായത് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കേണ്ടതാണ്. അടുത്തത് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരു മെമ്പറുടെ കയ്യിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻസ് പല തവണ വാങ്ങിക്കുന്നതിന് പകരം ഒരുമിച്ച് കളക്ട് ചെയ്യുക. അത് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു അതിന്റെ ബെനിഫിറ്റ് ആ മെമ്പർ ഉള്ള അത്രയും നാളും വീണ്ടും നമുക്ക് അയാളുടെ കയ്യിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ നോൺ റെക്കറിംഗ് നേച്ചറിലുള്ള ഒരു റെസീറ്റ് ആണ്. അയാൾ എത്ര നാൾ അവിടെ മെമ്പർ ആണോ അത്രയും നാളും വീണ്ടും നമുക്ക് അയാളുടെ കയ്യിൽ സബ്സ്ക്രിപ്ഷൻ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ടാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അടുത്തതാണ് സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ്. അതായത് ഈ സ്ഥാപനത്തിലെ ഏതെങ്കിലും അസറ്റ് വിറ്റാൽ നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിൽ ഈ അസറ്റിന്റെ നേരത്തെ ഒരു അസറ്റ് ഉണ്ടാകുമല്ലോ, അപ്പൊ അസറ്റിന്റെ ബാലൻസിൽ നിന്ന് വിറ്റ അസറ്റിന്റെ ബുക്ക് വാല്യൂ എത്രയാണോ അത് കുറച്ചാണ് കാണിക്കേണ്ടത്. പ്രോഫിറ്റോ ലോസോ, ഈ അസറ്റ് വിൽക്കുമ്പോൾ എന്തെങ്കിലും ലാഭമോ നഷ്ടമോ ഉണ്ടാകുകയാണെങ്കിൽ അത് മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക്, പ്രോഫിറ്റ് ആണെങ്കിൽ ഇൻകം സൈഡിലും ലോസ് ആണെങ്കിൽ എക്സ്പെൻസസ് സൈഡിലും കാണിക്കണം. അസറ്റ് വിൽക്കുന്നത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആ അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് എത്ര പോർഷൻ വിറ്റോ അത് കുറച്ചാണ് കാണിക്കേണ്ടത്. അടുത്തത് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, സെയിൽ ഓഫ് ഗ്രാസ് എക്സെട്ര, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗശൂന്യമായ അസറ്റ്സ് ഒക്കെ വിറ്റ് കിട്ടുന്ന പൈസ, അതൊക്കെ നമ്മൾ റവന്യൂ റിസീറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അടുത്തത് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ്, അതായത് സ്റ്റേഷനറി അതുപോലെ തന്നെ സ്പോർട്സ് മെറ്റീരിയൽസ്, ഇവയൊക്കെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറയുന്നത്. ഈ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റേഷനറി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പേന, ബുക്ക്, പേപ്പർ അങ്ങനെയൊക്കെയുള്ള ഐറ്റത്തിനെയാണ് സ്റ്റേഷനറി എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര സാധനങ്ങൾ ഇപ്പൊ 1000 രൂപ കൊടുത്ത് ഈ വർഷം സ്റ്റേഷനറി വാങ്ങിച്ചു. ഈ 1000 രൂപയുടെ സ്റ്റേഷനറി നമ്മൾ ഈ വർഷം ഉപയോഗിക്കത്തില്ലല്ലോ, ഒരു 500 രൂപയുടെ ഉപയോഗിച്ചുള്ളൂ എന്ന് വിചാരിക്കുക. ആ 500 രൂപ മാത്രം, അതായത് സ്റ്റേഷനറി ആ വർഷം കൺസ്യൂം ചെയ്തത് മാത്രം റവന്യൂ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. ബാക്കി വരുന്ന സ്റ്റേഷനറിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കാണിക്കുക. അപ്പം ആ സ്റ്റേഷനറി വാങ്ങാൻ വേണ്ടി വന്ന മുഴുവൻ ചെലവും നമ്മൾ എക്സ്പെൻസ് ആയിട്ട്, റവന്യൂ എക്സ്പെൻസ് ആയിട്ട് കാണിക്കരുത്. ഇതൊക്കെ നമുക്ക് ഇതിന്റെയൊക്കെ പ്രോബ്ലം ചെയ്യാനായിട്ടുണ്ട്. 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കാം. അതായത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച്, അങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷനെ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്ത് മനസ്സിലാക്കാം. ഞാൻ തിയറി പോർഷൻസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പം എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറയുമ്പം സ്റ്റേഷനറി, സ്പോർട്സ് മെറ്റീരിയൽസ്, ഇതൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചത് എത്രയാണോ അത് മാത്രമേ എക്സ്പെൻസ് ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കത്തുള്ളൂ. അൺയൂസ്ഡ് പോർഷൻ ഓഫ് സച്ച് ഐറ്റംസ്, അതായത് ഇനിയും ഉപയോഗിക്കാനുണ്ടെങ്കിൽ, നമ്മൾ വാങ്ങിച്ചു ഉപയോഗിച്ചതിന്റെ ബാക്കി മിച്ചമുണ്ടെങ്കിൽ അത് നമ്മൾ അസറ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. അടുത്തതാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്. അതായത് സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിന്റെ ട്രീറ്റ്മെന്റ് വ്യത്യസ്തമാണ്. സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്ന് പറയുമ്പോൾ എൻഡോമെന്റ് ഫണ്ട്, ചാരിറ്റി ഫണ്ട്, സ്പോർട്സ് ഫണ്ട്, അങ്ങനെ തുടങ്ങിയ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫണ്ടാണ്. അത്തരം ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഫണ്ടിന്മേൽ വീണ്ടും നമുക്ക് റിസീറ്റ് വന്നാൽ ഒരിക്കലും അത് ഇൻകമായിട്ട് കാണിക്കത്തില്ല. ഇറ്റ് വിൽ ബി ആഡഡ് അലോങ് വിത്ത് ദാറ്റ് ഫണ്ട് ഇൻ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ആ ഫണ്ടിനോടൊപ്പം നമ്മൾ അതിന്റെ റിസീറ്റ്സ് ആഡ് ചെയ്യും. സിമിലർലി എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് സച്ച് ഫണ്ട് വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം സച്ച് ഫണ്ട്സ്. ഇത്തരത്തിലുള്ള ഫണ്ടിൽ നിന്നത് അതിന്റെ ചെലവ് കുറയ്ക്കും. അപ്പം സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിന്മേൽ എന്തെങ്കിലും റെസീറ്റ്സോ പേയ്മെന്റ്സോ ഉണ്ടായാൽ ആ റെസീറ്റ്സ് ആ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യുകയും പേയ്മെന്റ്സ് ആ ഫണ്ടിൽ നിന്ന് കുറച്ച് ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിന്റെ റെസീറ്റ്സ് ഒരിക്കലും ഇൻകമായിട്ടും എക്സ്പെൻസസ് ഒരിക്കലും, അല്ലെങ്കിൽ ചെലവുകൾ ഒരിക്കലും എക്സ്പെൻസ് ആയിട്ടും കാണിക്കാറില്ല. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസിന്റെ ട്രീറ്റ്മെന്റ്.
അടുത്ത സ്ലൈഡുകളിലായി നമ്മൾ ഇതുവരെ പഠിച്ച ഐറ്റത്തിന്റെ ട്രീറ്റ്മെന്റ് ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത് സബ്സ്ക്രിപ്ഷൻ, അടുത്തത് ഡൊണേഷൻസ്, സ്പെസിഫിക് ഡൊണേഷൻ ഉണ്ട്, ജനറൽ ഡൊണേഷൻ ഉണ്ട്. അടുത്തത് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, അടുത്തത് സ്പെഷ്യൽ ഗ്രാൻസ് ഉണ്ട്, ജനറൽ ഗ്രാൻസ് ഉണ്ട്. അടുത്തത് സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ്, സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്, എൻഡോമെന്റ് ഫണ്ട്, എക്സെട്ര. അടുത്തത് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ്, സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്, ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെന്റ് നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ചില സ്പെഷ്യൽ ഐറ്റംസ്, അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫൈനൽ അക്കൗണ്ട്സിന്റെ ഭാഗമായ ബാലൻസ് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും നിങ്ങൾക്കറിയാം. ഏതൊരു സ്ഥാപനത്തിന്റെയും ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഇവിടെയും ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ അവരുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി ആണ് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനിൽ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വാട്ട് ആർ ദി വേരിയസ് സ്റ്റെപ്സ് നീഡഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് എ ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസർട്ടൈൻമെന്റ് ഓഫ് ക്യാപിറ്റൽ ഫണ്ട് അറ്റ് ദ ബിഗിനിങ് ഡേറ്റ് ബൈ പ്രിപ്പയറിംഗ് ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. അതായത് നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ഇയറിന്റെ അവസാനമാണ് നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ പോകുന്നത്. ആ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ക്യാപിറ്റൽ ഫണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. അപ്പൊ നിങ്ങളോട് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ്സും തന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഈ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കൂടി തയ്യാറാക്കണം. എന്തിനു വേണ്ടിയാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്? അതായത് ബിഗിനിങ് ഡേറ്റിലെ ക്യാപിറ്റൽ ഫണ്ട് അറിയുന്നതിന് വേണ്ടി. അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ ഈ സ്റ്റെപ്സ് മാത്രം മനസ്സിലാക്കുക. അപ്പം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസർട്ടൈൻമെന്റ് ഓഫ് ക്യാപിറ്റൽ ഫണ്ട് അറ്റ് ദ ബിഗിനിങ് ഡേറ്റ് ബൈ പ്രിപ്പയറിംഗ് ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. ഓപ്പണിംഗ് ഡേറ്റിലെ അസറ്റ് സൈഡിലും ഓപ്പണിംഗ് ഡേറ്റിലെ ലയബിലിറ്റി സൈഡിലും റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പൊ അസറ്റ് സൈഡ് കൂടുതലും ലയബിലിറ്റി സൈഡ് കുറവുമായിരിക്കും. ആ ഡിഫറൻസ് നമുക്ക് ലയബിലിറ്റി സൈഡ് കിട്ടും. ആ ഡിഫറൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. നേരത്തെ പഠിച്ചതാണ് ക്യാപിറ്റൽ ഫണ്ട് എന്താണെന്ന്. ഓരോ വർഷവും അക്യുമുലേറ്റ് ചെയ്യുന്ന സർപ്ലസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ ഫണ്ട് ഏത് ഡേറ്റിലെ കണ്ടുപിടിക്കണമെങ്കിലും ആ ഡേറ്റിലെ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്തായിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമല്ലോ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഒരു ബാലൻസ് ഉണ്ടാകും, സർപ്ലസോ ഡെഫിസിറ്റോ. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി കണ്ടുപിടിച്ച ക്യാപിറ്റൽ ഫണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ആ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ബാലൻസ് ആയ സർപ്ലസ് ആഡ് ചെയ്യണം. ഡെഫിസിറ്റ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ഫണ്ടിൽ നിന്നും ലെസ് ചെയ്യണം. രണ്ട് സ്റ്റെപ്സ് മനസ്സിലായല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി തുടക്കത്തിലെ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കണം. നേരത്തെ അത് പറഞ്ഞതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ കിട്ടുന്ന ബാലൻസ് ആയ സർപ്ലസോ ഡെഫിസിറ്റോ ഈ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു, റിസീറ്റ് സൈഡിൽ നിന്നും നമ്മൾ റവന്യൂ റിസീറ്റ്സ് എല്ലാം തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി കുറെ ക്യാപിറ്റൽ റിസീറ്റ്സ് അവിടെ അവശേഷിക്കും. ക്യാപിറ്റൽ റിസീറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞു സ്പെസിഫിക് ഡൊണേഷൻസ്, സ്പെസിഫിക് ഗ്രാൻസ്, സ്പെസിഫിക് സബ്സ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് തുടങ്ങിയവയാണ് ക്യാപിറ്റൽ റിസീറ്റ്സ്.
ഇതെല്ലാം തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിൽ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഇവിടെ എടുക്കത്തില്ല. അല്ലാതെ പറഞ്ഞാൽ സ്പെസിഫിക് ഡൊണേഷൻസ്, അതുപോലെ തന്നെ നമ്മളോട് പറയും ചില റിസീറ്റ്സ് ഒക്കെ ഇത്ര പെർസെൻറ്റേജ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറയും. അങ്ങനെയുള്ള ക്യാപിറ്റലൈസ്ഡ് പോർഷൻ ഓഫ് റിസീറ്റ്സും ഇതെല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് കാണിക്കണം. അടുത്തത് കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ ഇവിടെയും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഉണ്ടാകാം, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ടാകാം, അതുപോലെ അഡ്വാൻസ് റിസീറ്റ്സ് ഉണ്ടാകാം, അൺഏൺഡ് ഇൻകം എന്ന് പറയും, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടാകാം, അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് അങ്ങനെ ഉണ്ടാകാം. അതൊക്കെ നമ്മൾ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും അതുപോലെ തന്നെ ഇൻകംസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, സബ്സ്ക്രിപ്ഷനൊക്കെ അഡ്വാൻസ് കിട്ടുകയാണെങ്കിൽ അതും ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. പ്രീപെയ്ഡ് എക്സ്പെൻസസും അതുപോലെ തന്നെ ഇൻകംസ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് അങ്ങനെയുള്ളതൊക്കെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. നെക്സ്റ്റ് നമ്മൾ റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു ബാലൻസോട് കൂടിയാണെന്ന് പറഞ്ഞു. അതിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്യാഷ് ബാങ്ക് ആയിരിക്കും, ക്ലോസിംഗ് ബാലൻസും അതുപോലെ തന്നെ ആയിരിക്കും. റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയ ക്യാഷ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അവിടെ അസറ്റ് സൈഡിൽ കാണിക്കും. റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയ ക്യാഷും ബാങ്കും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കും. അടുത്തത് ഈ സ്ഥാപനത്തിന് തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ ഫിക്സഡ് അസറ്റ്സോ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കും. ഇതൊക്കെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും അസറ്റ് ആയിട്ട് കാണിക്കണം. ഒപ്പം ഇതിനോടൊപ്പം എന്തെങ്കിലും അഡീഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം നമുക്ക് പേയ്മെന്റ് സൈഡിൽ തന്നിരിക്കും. ആ അഡീഷൻസും ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കും. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കാണിക്കണം. അടുത്തത് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, എൻഡോമെന്റ് ഫണ്ട്, ചാരിറ്റി ഫണ്ട്, പ്രൈസ് ഫണ്ട് തുടങ്ങിയ സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് ഉണ്ട്. അത്തരത്തിലുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ടുകൾ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. അത്തരം ഫണ്ടിന്റെ കൂടെ അത്തരം ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട റിസീറ്റ്സ് ആഡ് ചെയ്യുകയും അത്തരം ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട പേയ്മെന്റ്സ് കുറയ്ക്കുകയും ചെയ്തിട്ട് ആ ശേഷമുള്ള ഫണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടത്. നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വിശദമായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്തെങ്കിലേ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യുകയാണ്. എത്രയായാലും ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നതിന് പകരം ആകത്തില്ല ഓൺലൈൻ ക്ലാസ്. അപ്പം നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് സംശയമൊക്കെ ചോദിച്ച് കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആക്കണം. അടുത്തായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷന്റെ സ്റ്റെപ്സ് പ്രസന്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റാണ്. ഈ ഫോർമാറ്റ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ രേഖപ്പെടുത്തുക. ഇപ്പം ഏകദേശം നമ്മൾ ഈ ചാപ്റ്ററിന്റെ തിയറി പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് ഇതെല്ലാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പം അതുവരെയും നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഒന്നുകൂടി മനസ്സിലാക്കി നിങ്ങളുടെ ടീച്ചേഴ്സിനെയും വിളിച്ച് ഒന്നുകൂടി നന്നായിട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം പഠിച്ചു തുടങ്ങാം. ഇതുവരെയും ഈ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി.